പരാശക്തിയൻ കൂടെ ഇല്ലേ. എന്റെ ഫേവറേറ്റ് ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. യാരടി മോഹനെ എന്നോ ഭംഗിയായിരുന്നു. അസിൻതോട്ടങ്ങളുടെ ഒക്കെ എവിടെയൊക്കെ ഒരു ആരെങ്കിലും പറഞ്ഞു ഭംഗിയായിരുന്നു. അങ്ങനെയല്ലടാ, ആ കാലഘട്ടത്തില് നോക്ക്. ഷീ യൂസ്ഡ് ടു ബി ലൈക്ക് നമ്മളിപ്പോ എങ്ങനെയാണോ നമ്മുടെ ബോഡി ആക്കണം, അല്ലെങ്കിൽ ജോ ലൈൻ ഫീച്ചേഴ്സ്, അതൊക്കെ എങ്ങനെയല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ബ്രില്യന്റ് ആൻഡ് ആടാ എല്ലാം ശരിയാണ്. മിസ് പഠിപ്പുര അല്ലായിരുന്നു. അല്ല ആ പഠിക്കലല്ല, അതാ പഠിക്കൽ അതായി അല്ല. പക്ഷെ എന്നാൽ ആ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത്. ചേച്ചി ഇതെങ്ങനെ വെയിറ്റ് കൂട്ടിയേക്കണേ? ചേച്ചി ഇത് ഭയങ്കര ഫിറ്റ് ആയിരുന്നു. അല്ല ഞാൻ ഇപ്പോഴും അങ്ങനല്ല അല്ലേ? സോ ഈ ഒരു ഷൂട്ടിംഗ് മൊമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഡാൻസിന്റെ ഒരു പ്രിപ്പറേഷൻസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന രസകരമായ മൊമെന്റ്സ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? അന്ന് ഈ റിഹേഴ്സൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോഴാണല്ലോ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക. നമ്മൾ ഹാളിൽ പോയിട്ട് കൊറിയോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് വന്ന് നമ്മളെ പഠിപ്പിക്കും. അതിന് റിഹേഴ്സൽ ഉണ്ട്. 2-3 ദിവസമോ ചിലപ്പോൾ 10 ദിവസം എല്ലാം റിഹേഴ്സൽ ഉണ്ടാവും. അന്നൊന്നും അങ്ങനെയല്ല. ഇറ്റ്സ് എല്ലാം അന്ന് ഓൺ ദ സ്പോട്ട് എല്ലാം റിഹേഴ്സൽ. ആമിറിന്റെ കൂടെ ഇഷ്ക് ചെയ്യുന്ന സമയത്ത് ആമിർ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ ചെയ്യും. അജയ് അങ്ങനെയല്ല. അജയ് എങ്ങനെ ഇരിക്കണ്ടോ കണ്ടോട്ട് കർണതോ ചേട്ടന്നല്ലേ. മൂപ്പർക്ക് അങ്ങനെ ഒരു ഇതില്ല. മൂപ്പര് വരും, എന്ത് സ്റ്റെപ്പ് പറഞ്ഞാലും മൂപ്പര് ഒരു നെയ്യോഗ നടക്കൂല. എല്ലാം ഓക്കെ. മൂപ്പർക്ക് എന്ത് തോന്നുന്നു അന്ന് അപ്പോഴതാ ചെയ്യാം. ഒരു പാട്ട് എത്ര ദിവസം ഉണ്ടാവും? 2-3 days അല്ലേ? ഇതൊരു നമ്മളൊരു 12 days ഷൂട്ട് ചെയ്ത പാട്ട്. ബിക്കോസ് പെണ്ണുങ്ങൾ ടയർഡ് ആവാൻ പാടില്ല. ക്ലോസപ്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം, എനർജി ഉണ്ടാവണം. അത് മാത്രമല്ല അജയ് ദേവ്ഗൺ ഉണ്ടാക്കി വരുന്ന സ്റ്റെപ്പ് ഒക്കെ വേണ്ട വേണ്ടെന്ന് പറയുന്നത്. പുതിയ സ്റ്റെപ്പ് കണ്ടുപിടിച്ചൊരു രാത്രിയാവും. അല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയിൽ ആമിർ ഖാന്റെ പട്ടി മരിച്ചു. അപ്പൊ അതിനു വേണ്ടി ഒരു ദിവസം പാക്കപ്പ്, അങ്ങനെയൊക്കെ. അപ്പൊ ഭയങ്കര ഒരു വേറെ ഒരു വേൾഡ് ആണ് ബോളിവുഡ്, യുനോ. പിന്നെ അതേ സമയത്ത് അലാരെ ഗോവിന്ദ ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും മുകേഷ് ഏട്ടനും ആണ് എന്റെ കൂടെ ഡാൻസ് ചെയ്യണെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് ലാലേട്ടൻ ഭയങ്കര നല്ല ഡാൻസറാണ്. മുകേഷ് ഏട്ടൻ, അപ്പൊ ഞാൻ മുകേഷ് ഏട്ടൻ ചിലപ്പോ നല്ല ഡാൻസർ ആവുന്നു. അപ്പൊ മുകേഷ് ഏട്ടന് ഈ അജയ് ദേവ്ഗന്റെ പോലെ എവിടേക്കോ നിർത്തി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ മൂപ്പര് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വരും. ബട്ട് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. അഗൈൻ നമ്മൾ 4 ദിവസം ഷൂട്ട് ചെയ്തു, 4-5 ദിവസം ഷൂട്ട് ചെയ്തു. ഐ വാസ് വെരി ഹാപ്പി. അങ്ങനത്തെ ഒരു പടം അല്ല ഒരു പാട്ട് കിട്ടിയതിന് ഐ വാസ് വെരി വെരി ഹാപ്പി. നല്ല പാട്ടായിരുന്നു. എന്നാലും ശ്വേത ചേച്ചി ഇതൊക്കെ കാണുമ്പോഴാണ് ശ്വേത ചേച്ചി ആസ് എ പേഴ്സണാലിറ്റി എത്രത്തോളം നമുക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് we know it, okay? Because നമ്മൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും അടിപൊളി ചേച്ചിയെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് ഞാൻ തന്നത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുപോലെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഥകളുമായിട്ട് വരാം. That was a surprise. Thank you Anuj, thank you Comedy Masters, thank you Elena, thank you all of you.